തമിഴ്നാട്ടിൽ വാഗ്ദാന പെരുമഴയുമായി എം.കെ. സ്റ്റാലിൻ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഡി.എം.കെ. പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം 2000 രൂപയാക്കി ഉയർത്തുന്നതും വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നതും അടങ്ങുന്ന നിരവധി ക്ഷേമ പദ്ധതികളാണ് പത്രികയിൽ ഉള്ളത്. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ക്ഷേമ പെരുമഴയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾക്കൊപ്പം മറ്റെന്തെല്ലാമാണ് പ്രകടന പത്രികയിലുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തമിഴ്നാട്ടിൽ ഓരോ മുന്നണികളും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും ഒടുവിൽ ഇപ്പോൾ DMK-യുടെ പ്രകടന പത്രികയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന നിലവിൽ 1000 രൂപയാണ് നൽകുന്നത്. അത് 2000 രൂപയാക്കി ഉയർത്തും ഭരണത്തിൽ തിരിച്ചെത്തിയാൽ. കർഷകർക്ക് വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാക്കും. പ്രഭാത ഭക്ഷണം 10 നിലവിലത് സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. അതായത് UP സ്റ്റാൻഡേർഡ് വരെയുള്ള 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അത് 8ാം ക്ലാസ്സിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ജോലിയില്ലാത്തവർക്ക് നൽകുന്ന തൊഴിലില്ലായ്മ വേതനം 1500 രൂപയാക്കിയിട്ട് ഉയർത്തും. അതുപോലെ വാർദ്ധക്യ പെൻഷൻ 2000 രൂപയാക്കും. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ തുകയും സമാനമായി തന്നെ കൂട്ടുകയും ചെയ്യും. അതുപോലെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി കൂടുതൽ സ്റ്റേഡിയങ്ങൾ, കളിസ്ഥലങ്ങൾ ഇതൊക്കെ നിർമ്മിക്കാനൊക്കെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കൂടുതൽ റോഡുകൾ നിർമ്മിക്കും. റോഡ് ഈ ബസ്സുകൾ, കൂടുതൽ ബസ്സുകൾ പുറത്തിറക്കും തുടങ്ങി വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ DMK-യുടെ പ്രകടന പത്രികയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം DMK നടത്തിയിരുന്നു. M.K. സ്റ്റാലിൻ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ M.K. സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിമാർക്കെല്ലാം സീറ്റും നൽകിയിട്ടുണ്ട്. ഒരുവിധം സിറ്റിംഗ് MLA-മാർക്കും സീറ്റുകൾ നൽകുകയും അതുപോലെ തന്നെ മറ്റ് സഖ്യത്തിലുള്ള കക്ഷികളുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് ഒക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സജ്ജമാണ് എന്ന് DMK തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണ്. വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുകയാണ് DMK.